സിനിമാ ലോകത്തെയും അതുപോലെ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തെയും ഒരുപോലെ തന്നെ പിടിച്ചുകുലക്കിയ ഒരു വാർത്തയായിരുന്നു തമിഴ്നാടൻ വിജയും അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് സംഗീത വിജയ്ക്കെതിരെ കോടതിയിൽ ഒരു വിവാഹമോചന ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ പറയുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് വിജയ്ക്ക് മറ്റൊരു നടിയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു തമിഴ്നാട്ടിലുള്ള വിജയ് ആരാധകരും അതുപോലെ തന്നെ വിജയോട് എതിരെ നിൽക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ഈ ഒരു പ്രശ്നത്തെ വലിയ രീതിയിൽ തന്നെ എടുത്തു ഉപയോഗിക്കുകയുണ്ടായി. അങ്ങനെ വിജയോട് അവിഹിതമുള്ള ആ നായികയെ തേടി ഇവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് അത് തൃഷയാണ് എന്നുള്ള രീതിയിൽ വലിയൊരു വാർത്ത തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കപ്പെട്ടു. അങ്ങനെ തൃഷയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനകരമായിട്ടുള്ള മെസ്സേജുകളും പോസ്റ്റുകളും ഒക്കെ വലിയ രീതിയിൽ വന്നു തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വലിയ വാർത്തയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ വിജയോ അല്ലെങ്കിൽ തൃഷയോ ഒരു തരത്തിലുമുള്ള മറുപടികളും മാധ്യമങ്ങൾക്ക് നൽകിയിട്ടും ഇല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വിജയ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും വിജയ് സംസാരിച്ചത് ഈ ഒരു വിവാഹമോചന കാര്യങ്ങളെ കുറിച്ച് ആയിരുന്നില്ല. പകരം വിജയ് സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് +2 വിദ്യാർത്ഥികൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ആശംസകൾ അറിയിക്കുക മാത്രമാണ് വിജയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും വിജയ് തൃഷ ബന്ധത്തെ കുറിച്ച് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്താണ് അടുത്തിടെ വിജയുടെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പബ്ലിസിറ്റി നേടുന്നത്. ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് വിജയും തൃഷയും തമ്മിൽ നടത്തിയ ഒരു വിദേശ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. അങ്ങനെ ആ ഫോട്ടോ വലിയ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുകയും ചർച്ച ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നു. ആ സ്ക്രീൻഷോട്ടിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിജയും തൃഷയും തമ്മിലുള്ള ബന്ധത്തിൽ തൃഷയുടെ അമ്മയ്ക്ക് എല്ലാ തരത്തിലുള്ള അറിവും ഉണ്ടായിരുന്നുവെന്നും അവര് ഫുൾ സപ്പോർട്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്ക്രീൻഷോട്ട് ആയിരുന്നു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണോ എന്നുള്ള കാര്യവും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇത് സത്യമാണോ എന്നുള്ള കാര്യവും ഒരു തരത്തിലും നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഈ ഒരു സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അതിൽ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും. വിജയുടെ 51ാമത്തെ ബർത്ത്ഡേക്ക് തൃഷ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയും ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷിച്ചു വരികയാണ്. ഒരു നായ്ക്കുട്ടിയെ എടുത്ത് തൃഷയും വിജയും അടുത്തിരുന്നിട്ടുള്ള ഒരു ഫോട്ടോയായിരുന്നു അത്. ആ ഫോട്ടോയ്ക്ക് താഴെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ മൈ ഹാപ്പിയസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് തൃഷ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് മറ്റൊരു വിവാദ പരാമർശവുമായിട്ട്, അതായത് ഈ തൃഷയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വിവാദ പരാമർശവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സുചിത്ര എന്ന് പറയുന്ന ഗായിക. സുചിത്ര പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തൃഷ ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു യുവതിയാണെന്നും തൃഷയ്ക്ക് ഒരേപോലെ തന്നെ ആണുങ്ങളോടും താല്പര്യമുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളോടും താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നും എന്നാൽ ആണുങ്ങളെക്കാൾ ഒരു പരിധി കൂടുതലായിട്ട് സ്ത്രീകളോട് താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന തൃഷ എന്നുള്ള രീതിയിൽ സുചിത്ര വലിയ രീതിയിലുള്ള ഒരു വിവാദ പരാമർശം ഇപ്പോൾ കെട്ടയച്ച് വിട്ടിരിക്കുകയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ആളി കത്തി അങ്ങനെ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇവർ പറയുന്ന ഈ ഒരു സുചിത്ര പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തൃഷയുടെ എന്താ പറയാ തൃഷയുടെ ലോക്കിലാണ് വിജയ് എന്നും തൃഷയുടെ അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട് വിജയ് എന്നുള്ളതാണ്. തൃഷ എന്താണോ പറയുന്നത് അത് മാത്രമാണ് ഇപ്പൊ വിജയ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു സുചിത്ര പുറത്തു വിട്ടിരിക്കുന്നത്. ഇതിനു മുമ്പും പലതരത്തിലുള്ള വിവാദ പരാമർശങ്ങളും ഒക്കെ ആയിട്ട് സുചിത്ര രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പരിധിവരെ ഈ ഒരു തൃഷ വിജയ് ബന്ധത്തിനെ അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്ന രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഇതേ വിജയ് സംഗീത ബന്ധത്തിൽ വിജയ് ഒരു കടുത്ത തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഈ ഒരു ബന്ധത്തെ താൽക്കാലികമായിട്ട് മാറ്റി നിർത്താൻ തന്നെയാണ് വിജയ് ആഗ്രഹിക്കുന്നതെന്നും ഈ ഒരു വിവാഹമോചന ഹർജിയെ അംഗീകരിച്ചുകൊണ്ട് വിജയ് ഏകദേശം ഒരു 250 കോടി രൂപയോളം നഷ്ടപരിഹാരമായിട്ട് വിജയുടെ ഭാര്യയ്ക്ക് നൽകാനാണ് വിജയ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അല്ലാതെയും വാർത്താ ചാനലുകളിലൊക്കെ ഈ ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു വാർത്ത എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം ഇപ്പോഴും ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഇതുവരെ വിജയോ അല്ലെങ്കിൽ വിജയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഈ ഒരു വാർത്തയെക്കുറിച്ച് ഒരു കാര്യവും പുറത്തു വിട്ടിട്ടില്ല എന്നത് തന്നെയാണ്. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് വിജയുടെ ഭാര്യ സംഗീതയ്ക്ക് ഏകദേശം 400 കോടിയിലധികം ആസ്തിയുള്ള സ്വത്തുവകകളുണ്ട്.
അങ്ങനെയുള്ള വിജയുടെ ഭാര്യ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം കിട്ടണം. അതുകൂടാതെ വിജയ് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ താമസിക്കാനുള്ള അധികാരം വേണം എന്നുള്ള രീതിയിലാണ് സംഗീത വിവാഹമോചന ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. 2021 വിജയ് ആദ്യമായിട്ട് ഇത്തരത്തിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് സംഗീത കണ്ടുപിടിക്കുന്നത്. അതിനു മുമ്പ് വിവാഹം കഴിഞ്ഞ നാളുകളിലൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യമായിരുന്നു അവർ കാത്തു സൂക്ഷിച്ചിരുന്നത്. 2021 ഏകദേശം കൊറോണയുടെ സമയത്താണ് വിജയ്ക്ക് ഇങ്ങനെ മറ്റൊരു നടിയുമായിട്ട് ഒരു അവിഹിത ബന്ധമുള്ളതായിട്ട് സംഗീത കണ്ടുപിടിക്കുന്നത്. തുടർന്ന് സംഗീതയും ബന്ധുക്കളും വിജയോട് ഇക്കാര്യം പറയുകയും ചില താക്കീതുകളൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വിജയ് പറഞ്ഞത് താൽക്കാലികമായിട്ട് ഞാൻ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറുകയാണ്, എനിക്ക് ഇനി അങ്ങനെ ഒരു തെറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, തന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ സംഗീതയോട് സംസാരിക്കുകയും ഈ ബന്ധം ഉപേക്ഷിച്ചു എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഗീത ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയും വിജയ് വീണ്ടും നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് എന്ന് സംഗീത വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ വിജയ് അപ്പോഴും സംഗീത അറിയാതെ ഈ സ്ത്രീയുമായിട്ട് പരസ്യമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുക തന്നെയായിരുന്നു. പിന്നീട് ഈ അടുത്താണ് സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിൽ ഇവർ തമ്മിലുള്ള തൃഷയും വിജയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ ഈ അടുത്ത് പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ നയനാർ നാഗേന്ദ്രൻ എന്ന് പറയുന്ന BJP അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരുന്നു, വിജയ് തൃഷയുടെ വീട്ടിൽ നിന്ന് പുറത്ത് വന്നെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ സാധിക്കൂ എന്നുള്ള കാര്യം. അങ്ങനെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും ഈ ഒരു ബന്ധത്തെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച വന്നപ്പോൾ വീണ്ടും സംഗീത ഇതിനെക്കുറിച്ച് അറിയുകയും സംഗീത കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ട് വിജയ്ക്കെതിരെ ഒരു വിവാഹമോചന ഹർജി നൽകുകയുമായിരുന്നു. ഈ വിവാഹമോചന ഹർജി കോടതിയിൽ വന്ന ഉടനെ തന്നെ ഉണ്ടായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇവർക്ക് 2 കുട്ടികളാണുള്ളത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ്. സയോഷ എന്നാണ് മോളുടെ പേര്, സഞ്ജയ് എന്നാണ് മകന്റെ പേര്. അങ്ങനെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഞ്ജയ് എന്ന് പറയുന്ന വിജയുടെ മകൻ വിജയെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നൊക്കെ അൺഫോളോ ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ സഞ്ജയ്ക്കും ഈ കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള നാണക്കേട് ഉണ്ടാക്കിയിരിക്കാം. സഞ്ജയ് ഒരു പക്ഷേ അമ്മയുടെ ഭാഗത്തായിരിക്കാം എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പം കടന്നു വരുന്നത്. എന്തു തന്നെയായിരുന്നാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, വിജയ് ഏകദേശം 250 കോടിയോളം രൂപ നഷ്ടപരിഹാരം കൊടുത്ത് ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് പിരിയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കിടാം എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.